ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ബൈജു എഴുതുന്ന. എപ്പോഴും നിങ്ങൾ കുറേ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് ഞാൻ ആങ്കറായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, റജീം ആങ്കറായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന എന്താ പറയുക, രസമുള്ള പരിപാടിയിലാണ് ഇന്നത്തെ ഏറ്റവും മെയിൻ മൂമെന്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ ഒരു പ്ലാൻ എന്തായിരുന്നു പരിപാടി? ചേട്ടാ എനിക്കങ്ങനെ സ്റ്റുഡിയോ തുടങ്ങണമെന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് സ്റ്റുഡിയോ ദുബൈയിൽ ഒരു 4 സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അന്നേരം അതിന്റെ ഒരു നൊസ്റ്റാൾജി ഇങ്ങനെ കിടന്നപ്പോൾ നാട്ടിലൊന്ന് സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. സ്റ്റുഡിയോ ഒക്കെ എങ്ങനെ, ഈ ബിസിനസ്സും അതിന്റെ ഇടയിലുള്ള തിരക്കിൽ ഇങ്ങനെ സ്റ്റുഡിയോ ഒക്കെ നോക്കാൻ ടൈം കിട്ടാറുണ്ടോ? കുഴപ്പമില്ല, അതിപ്പം ഇവിടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കസിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പോകാൻ സാധിക്കുന്നുണ്ട്. വലിയ പ്രയാസങ്ങളൊന്നുമില്ല. 90-ലും 88-ലൊക്കെ അന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. ഇന്നത്തെ പോലത്തെ വാട്സപ്പില് നമ്മള് പ്രൊഫൈൽ വീഡിയോസും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടല്ല കാണിക്കുന്നത്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊണ്ടേ കാണിക്കുന്നത്. പല ടൈപ്പ് ഓഫ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ സ്റ്റുഡിയോ. അങ്ങനെ എനിക്ക് എപ്പോഴും കുറെ സണ്ണി സ്റ്റുഡിയോ, ഞങ്ങളുടെ നാട്ടിൽ കുറെ സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റുഡിയോകൾ കുറഞ്ഞു വന്നു ഇപ്പൊ എല്ലാം. പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മകളാ. അപ്പോ എപ്പോഴും ആലോചിക്കും ഒരു സ്റ്റുഡിയോ തുടങ്ങിയാൽ എങ്ങനെയാണ്. ഇപ്പൊ മോളുടെ വെഡിങ് ആയിട്ട് വന്നപ്പോഴും ഇപ്പൊ വെഡിങ്ങുകൾക്കും അതുപോലെ ഇവന്റ്സിനും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ മൊമെന്റ്സിനും മസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞത് അതെ അതെ മസ്റ്റ് ആണ് അല്ലെ? തീർച്ചയായിട്ടും ബൈജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ പണ്ടത്തെ കാലത്ത് നമ്മൾ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സമയത്ത് നെഗറ്റീവ് റോൾസ് ആയിരുന്നല്ലോ. അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണമായിരുന്നു എല്ലാവർക്കും ഈ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് റെഡ് റൂം, റെഡ് ലൈറ്റ് ഒക്കെ ബ്ലാക്ക് റൂം ആണ്, അതിനകത്ത് കയറിയിട്ടാണ് നെഗറ്റീവ് ഒക്കെ വാഷ് ചെയ്യുന്നത്. ഇപ്പൊ ആ ഒരു കാലഘട്ടമൊക്കെ മാറിയിട്ട് ഒരു ഡിജിറ്റൽ യുഗത്തിലോട്ട് വന്നപ്പോൾ എല്ലാം വിരൽത്തുമ്പിലാണ്. അതെ 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 അത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ പണ്ടത്തെ കാലം എന്ന് പറഞ്ഞൊരു രസമായിരുന്നു അത്. അതെ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അതിനകത്ത് ഫോട്ടോസ് ഒന്ന് കാണാൻ വേണ്ടി. അതെ 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 ഞാൻ തിക്കുറിശി സാറ്, സുകുമാരൻ സാറ്, സുകുമാരേട്ടൻ, രതീഷ് ഏട്ടൻ, പപ്പു ചേട്ടൻ, അടൂർ ബാസി, ഇങ്ങനെ ഒരുപാട് പേരുടെ കൂടെ എന്റെ തുടക്കം അങ്ങനെയായിരുന്നു. ഇപ്പോ പിന്നെ മമ്മൂക്ക ലാലേട്ടന്റെ അന്നും ഇന്നും മമ്മൂക്ക ലാലേട്ടനും ഇന്നും ഈ പറയുന്ന യൂത്ത് എന്ന് പറയുന്ന നിൽക്കുന്ന പിള്ളേരോടൊപ്പം നമ്മള് അഭിനയിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ഭാഗ്യം എന്തായി. അപ്പോഴും നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാലങ്ങൾ നമ്മൾ 36 ഇയേഴ്സ് ബാക്ക് ആണെങ്കിൽ പോലും ഇപ്പോഴും നമ്മളൊരു 18 വയസ്സുകാരനെ പോലെ നിന്നാൽ മാത്രമാണ് നമുക്ക് ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കുടുംബങ്ങളിൽ എന്തുകൊണ്ട് ക്രിമിനൽസ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു ചോദ്യം. കാര്യം പെട്ടെന്നൊരു ക്രിമിനലിസത്തിലേക്ക് പോകാൻ പറ്റും. ഒന്ന് കാര്യം, അതിനുള്ള എല്ലാ വഴികളും തുറന്നു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ പഠിക്കുന്ന മേഖലകളാവട്ടെ, അതുപോലെ മയക്കുമരുന്നാവട്ടെ, ഇനി അതും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ പോലും ഡിവോഴ്സിലാവട്ടെ, എല്ലാം ഭയങ്കര സ്പീഡ് പരിപാടികളാണ്. അപ്പൊ ഞാനിങ്ങനെ പലരോടും സംസാരിക്കുമ്പോ അതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചേർത്ത് പിടിക്കലില്ലാത്തത്. അതെ അതെ സത്യമാണ്. ഇന്ന് അച്ഛനും അമ്മയ്ക്കും മക്കളോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ല. അതെ മക്കൾക്ക് അച്ഛനോടൊപ്പം ഇത് ചെയ്യാനും ഇതില്ല. ഞാനൊക്കെ എൻ്റെ അപ്പച്ചൻ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടുകുടുംബം, ഒരുമിച്ച് മൂലംകുഴി ഫാമിലി, ഞങ്ങള് 6 പേരാ. എൻ്റെ അപ്പൻ, അനുജന്മാര്, പെങ്ങാന്മാര്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു വീട്ടിലായിരുന്നു, നീണ്ടകര എന്ന് പറഞ്ഞ എഴുപണ്ണ നീണ്ടൊരു തറവാട്ടില് എല്ലാരും കൂടെ ഒരുമിച്ച് ഞങ്ങള് എന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എഴുപണ്ണിയിലേക്ക് മാറി. അപ്പോൾ പോലും ഈ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ പാരന്റ്സിന് വളരെ കുറവ്, എല്ലാവരും മൊബൈലിലെ കൂടുതൽ അതെ അതെ സ്റ്റോറിയും കാര്യങ്ങളും ഇതെല്ലാം നോക്കി മക്കളെ ചേർത്ത് പിടിക്കാൻ സമയമില്ല. പിന്നത്തെ ഒരു പ്രധാന സംഭവം പ്രാർത്ഥനയില്ല. ഒരുമിച്ചിട്ടുള്ള കുടുംബ പ്രാർത്ഥനയില്ല. ഒരുമിച്ച് ഇരുന്നിട്ടുള്ള ഒരു ഭക്ഷണം കഴിപ്പില്ല. കുടുംബങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ചും പറഞ്ഞു വെച്ച് പോണം ഈ ഒരു കാലഘട്ടത്തിൽ. എന്ത് തോന്നുന്നു അതിനെ കുറിച്ചിട്ട്? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഒന്നുകൂടെ ദൃഢപ്പെട്ടു പോകേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും അനിവാര്യതയാണ്. അത് ബൈജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേർത്ത് പിടിക്കലില്ലാത്തതുകൊണ്ടാണ് പല കുടുംബങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ബൈജുവേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ യോജിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ച് നമ്മളെ മക്കള് എല്ലാവരും പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരുപാട് വർഷമല്ല. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാള്. ഞാനും ഭാര്യയും തമ്മിലൊരു ബോണ്ടിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരസ്പരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള ഡിവോഴ്സ് ഉണ്ടാവുന്നത്? എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലെങ്കിലും ബൈജുവേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തതായിരിക്കാം അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നു.
വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ഇവിടെ ഡിവോഴ്സുകൾ മാറും. കാര്യം ഈ തീർച്ചയായിട്ടും. പ്രശ്നങ്ങൾ മാറും. ആർക്കും അതിനുള്ള സമയമില്ല. അതാണ്. സമയമില്ല. സമയമില്ലാണ്ടാവുമ്പോ ഉണ്ടാവുന്ന എന്താ? നമ്മുടെ കൂടപ്പിറപ്പുകൾ വിട്ടുപോകുന്നു. എന്റെ വിട്ടുപോകുന്നു. അനിയൻ മരിച്ചിട്ട് അവനിപ്പോ 1 വർഷമേ ഉള്ളൂ. ഷെൽജു ഞാനും എല്ലാവർക്കും അറിയാം. ഞാൻ സിനിമയായിട്ട് നടക്കുമ്പോഴും ബിസിനസ്സുകൾ ഫുൾ അവനാ നോക്കുന്നേ. എന്നാൽ പോലും എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്, അവൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവനെ ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. കാര്യം എന്നേക്കാൾ സുന്ദരനാണ് അവൻ. എന്നേക്കാൾ കഴിവുള്ളവനാണ്. സിനിമയില് അവന് ഒരുപാട് ചാൻസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ മാറി, മാറി, മാറിപ്പോവും. അങ്ങനെ ഒരു സിനിമയില് അവനെ ഞാൻ അഭിനയിപ്പിക്കാനായിട്ട് 'ബൈ ദ പീപ്പിൾ' എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ജയരാജ് സാറിന്റെ ഒരു സിനിമ. അപ്പോ എന്നോട് പറഞ്ഞു അഭിനയിക്കണോന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒരാളുടെ അടുത്ത് കൊണ്ടോയിട്ട് ഇങ്ങനെ അവനെ അഭിനയിപ്പിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടോയി ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോ പിന്നെ എമോഷണലാ. സോ ഇപ്പോ അനി കുടുംബപുത്രം എന്ന് പറഞ്ഞിട്ടൊരു ആ സിനിമ ഞാൻ ഞാൻ ചെയ്തു. അതിപ്പോ നമ്മള് ജാനുവരിയിലോട്ട് റിലീസിലോട്ട് പോവാണ്. അത് ഷൂട്ട് ഏകദേശം ഒരു 1 ഇയർ കൊണ്ടുണ്ടാക്കിയ ഒരു സിനിമയാണ്. 14ഓളം സ്ക്രിപ്റ്റ് കേട്ടിട്ട് അതിലീന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്തൊരു സിനിമയാണ്. എല്ലാത്തരം ഇമോഷൻ അതൊരു സിനിമയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ട എല്ലാ ഘടകങ്ങളും ഒത്തു വന്നൊരു സിനിമയാണ്. നമ്മൾ അങ്ങനെയിലേക്ക് ഓരോരോ ഇങ്ങനെ അങ്ങനെ ആക്കിയതല്ല. അത് ആ ഒരു സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം. അതിപ്പോ നമ്മള് ജാനുവരിയിലോട്ട് റിലീസ് പോവുകയാണ്. നേരത്തെ ഒരു ഡേറ്റ് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അതിന് വിഎഫ്എക്സ് ഒക്കെ ഒരുപാടുള്ളത് കൊണ്ടിട്ട് നമ്മള് അതിന്റെ ഫുൾ ഫിനിഷ് ചെയ്തിട്ട് ഓക്കെ. മതി എന്നുള്ള ഇതില്. ഇപ്പൊ 2026 വരാൻ പോകുന്ന സിനിമയാണല്ലേ? കുടുംബപുത്രം. അതെ. ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ബൈജുവേട്ടന്റെ നെക്സ്റ്റ് പ്രൊജക്ട് എന്താണെന്നുള്ളത് ഞാനിങ്ങനെ ചോദിക്കാനിരിക്കുകയായിരുന്നു. കുടുംബപുത്രമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. പിന്നെ അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഓ. അപ്പോ എന്റെ പ്രേക്ഷകര് ഇത് എങ്ങനെ എന്നെ എത്തിക്കും എന്ന് നോക്കിയിട്ട് വേണം എനിക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാൻ. കാര്യം ഞാൻ ഒരു 36 വർഷമായിട്ട് 300-ലധികം സിനിമകൾ അഭിനയിച്ചെങ്കിലും ഞാൻ എന്റെ കൂടെ നിന്നവരെല്ലാം വലിയ ടേക്ക് ഓഫിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷേ നമുക്ക് ഓരോ ഓരോ റൈറ്റ് ടൈം ഉണ്ട്. തീർച്ചയായും. എന്ന് വെച്ചാൽ സിനിമകളിൽ ഇല്ലാത്ത ഒരു വർഷം പോലും ഉണ്ടായിട്ടില്ല. 36 വർഷത്തിന്റെ ഇടയിൽ ഒരു വർഷം പോലും സിനിമയിൽ നിന്ന് എനിക്ക് മാറ്റി തന്നെ നിർത്തപ്പെട്ടിട്ടില്ല സിനിമ. ഞാനായിട്ടും സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അപ്പോ എല്ലാരും ചോദിക്കും. ഇപ്പൊ ഓരോ ഓരോ ആർട്ടിസ്റ്റുകൾ എന്നോട് കൂടെ അഭിനയിച്ച എന്നേക്കാൾ ചെറിയ റോളൊക്കെ ചെയ്തവർ ഇന്ന് വലിയ ഹീറോ കളിക്കുമ്പോഴും എന്നോട് ചോദിക്കും. "ബഷീറിന് എന്താ അങ്ങനത്തെ ഒരു ക്യാരക്ടറിലോട്ട് വരാത്തത്?" അപ്പൊ ഞാൻ പറയും എന്റെ ഒരു റൈറ്റ് ടൈം ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രോജക്റ്റ് എനിക്ക് കിട്ടും. അങ്ങനെ എന്താ പറയാ വളരെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കയ്യിൽ കിട്ടിയ ഒരു പ്രോജക്റ്റാണ് കൂടോത്രം. അതിനകത്ത് എല്ലാ കണ്ടന്റും ഉണ്ട്. ഫാമിലി ഇമോഷനാണ്. പിന്നെ എന്താ പറയാ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. നല്ല പാട്ടുകൾ ഗോപി സുന്ദറാണ് പാട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തമിഴീന്നും തെലുങ്കീന്നും കന്നഡയിൽ പിന്നെ മലയാളത്തിലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ്. നമ്മള് ജനുവരിയിലോട്ട് അത് റിലീസ് പോവുകയാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടും ഉണ്ട്. സെക്കൻഡ് പാർട്ടിന്റെ എഴുത്തെല്ലാം ഫുൾ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ ഒറ്റക്കൊമ്പൻ ഇങ്ങനെ കുറെ പടങ്ങളിൽ നിന്നൊക്കെ എല്ലാം അഭിനയിക്കാൻ വിളിച്ചു. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി കോർണറിൽ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എന്റെ കണ്ണെത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോസ്റ്റ് പ്രൊഡക്ഷനോടൊപ്പം തന്നെ ഇരിക്കണമെന്ന് കരുതിയിട്ട് തന്നെ ഇതിൽ തന്നെ ശ്രദ്ധിച്ച് തന്നെ നിൽക്കുകയാണ് കൂടോത്രത്തിൽ തന്നെ. കൂടോത്രം ഡയറക്ടർ ബൈജുവേട്ടൻ തന്നെയാണ്. അതെ. എന്റെ ഡയറക്ഷനാണ്. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് സന്തോഷ് കെ ചാക്കോച്ചൻ എന്ന് പറഞ്ഞ ഇടുക്കിയിലാണ് നമ്മൾ ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ഭയങ്കര ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി ഇടുക്കി എന്ന് പറയേണ്ടി വരും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഭയങ്കര ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര എന്താ പറയാ അത്രയും റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഒരു വലിയ മലയുടെ മേളിലാണ് സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. 1400 സ്റ്റെപ്പ് കയറി വേണം ഇതിന്റെ മേളിൽ പോകാൻ. വണ്ടി കയറി വരുന്ന സ്ഥലമുണ്ട് ഒരു പരിധി വരെ. അവിടെയൊക്കെ ഈ സലിംകുമാർ അതുപോലെ അലൻസിയാർ ഏട്ടനൊക്കെ അവിടെയൊക്കെ ഞങ്ങള് കട്ടിലേല് ചുമന്ന് മേളിൽ കേറ്റിയിട്ടുണ്ട്. അലൻസിയാറിനെ കട്ടിലേല് 4 പേര് പിടിച്ചിട്ട്. കാര്യം അത്രയും കേറാൻ പറ്റത്തില്ല. സലിംകുമാറൊക്കെ ബ്രീത്ത് കിട്ടത്തില്ല. അപ്പോ അവരൊക്കെ ആ ഒരു ക്യാരക്ടർ കേട്ടിട്ട് അല്ലെങ്കിൽ എന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് വന്ന് ചെയ്ത ഒരു പരിപാടിയാണ്.
ഉഗ്രൻ ലൊക്കേഷനാണ്. അത് എന്താ പറയാ, ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയ സ്ക്രിപ്റ്റും ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയ സ്ഥലവും തന്നെ എന്ന് പറയാം. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇതുവരെ അവിടെ നമ്മളാണ് ആ ഒരു സ്ഥലത്ത്, കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മളാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സെറ്റുകളായിരുന്നു കൂടുതലും. എന്റെ മമ്മി മരിച്ചപ്പോ ഞാനൊരു പാട്ട് പാടി. അത് യൂട്യൂബിൽ ഭയങ്കര വൈറലായി. ഏകദേശം ഒരു മില്യൺസ് കണ്ട ഒരു പാട്ടാണ്. 2000, 3000, 4000 കമന്റ്സ് കിടക്കുന്നുണ്ട്. അമ്മയെക്കുറിച്ച് ഞാൻ പാടിയിരിക്കുന്നത് കേൾക്കണം കേട്ടോ. എന്റെ അമ്മയ്ക്കായി എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഈ പാട്ട് കേട്ടിട്ട് വിളിച്ചു. നമ്മൾ ഇതും അമ്മേനെയും അച്ഛനെയൊക്കെ ചേർത്ത് പിടിക്കുന്നില്ല. വിട്ടുപോയി കഴിയുമ്പോഴാണ് നമ്മൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ, കാണുന്നില്ലെങ്ങും കേൾക്കുന്നില്ലെങ്ങും കയ്യെത്തും ദൂരത്തിൽ എന്നമ്മ എന്നെന്നും പോയിടും പോയാലോ വന്നിടും ഇന്നെന്തേ വന്നില്ലെന്നമ്മ മായുന്നു നീ വിണ്ണിൽ ചേരുന്നു നീ മണ്ണിൽ എങ്കിലും എവിടെ കൂടെ അമ്മ കൂടെ. ആയിക്കോട്ടെ ചേട്ടാ, ഇത്രയും സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് ഒത്തിരി താങ്ക്സ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ബൈജേട്ടൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു, എന്തൊക്കെയോ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. ഒക്കെ നമ്മുടെ ലൂമിനസിന് വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ചതിന് ബൈജേട്ടന് ഒത്തിരി താങ്ക്സ്. റെജി, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ താടിയൊന്നും പഠിച്ചിട്ടില്ല. താടി, പക്ഷെ അതേ രസം. ചില ഇന്റർവ്യൂകളുണ്ടല്ലോ ഭയങ്കര നാച്ചുറൽ. നമ്മൾ ഈ പഠിച്ചു വന്ന് ചോദിക്കുന്ന ക്വസ്റ്റിനേക്കാളും നമ്മുടെ ഇങ്ങനെ എടുത്ത് പറയുമ്പോ എനിക്കൊന്ന് പ്രേക്ഷകർക്ക് കാണാനും അതാണ് കൂടുതൽ. തീർച്ചയായിട്ടും സത്യം. നമ്മളിതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. ബൈജേട്ടൻ രാവിലെ വീട്ടിലോട്ട് വന്നു ബൈജേട്ടൻ പറഞ്ഞു, വാ നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വെറുതെ സ്റ്റുഡിയോയിലോട്ട് വന്നു. തിരിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ നേരമാണ് നമ്മുടെ മഹേഷ് പറയുന്നത്, നമുക്ക് ചെറിയൊരു ഇന്റർവ്യൂ എടുക്കാമെന്ന് പറയുന്നത്. ഇങ്ങനെ പെട്ടെന്ന് നോക്കി കിട്ടിയില്ല. അത് ഭയങ്കര ബിസി ആയി പോയി. അന്നേരം പിന്നെ ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആയിട്ടെന്ന് വിചാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യോ? മമ്മൂക്കനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഞാൻ കൈരളി ഇതില് ഞാൻ ഒരു റോഡ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 10-24 എപ്പിസോഡ് ചെയ്തു പോയതാ. അങ്ങനെ കൈരളി TV എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മൂക്കനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകണമെന്ന്. മമ്മൂക്കയായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഞാൻ അന്ന് മമ്മൂക്ക സ്ഥിരമായിട്ട് പോകുന്ന മട്ടാഞ്ചേരിയില് ഒരു സ്ഥലമുണ്ട്. സമയം കിട്ടുമ്പോഴേക്കും അവിടെ പോകും. അപ്പൊ അവിടെ പോയി 100-150 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അപ്പൊ ഞാൻ അവിടെ അവരുടേതായിട്ടുള്ള ഇപ്പൊ കാലും കൈയും എല്ലാം കഴുകി മുഖമെല്ലാം കഴുകി വൃത്തിയായിട്ട് വേണം കയറിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ. അവിടെ കയറി ഞാൻ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് ഷോട്ട് അങ്ങനെ വെച്ചു. അതിനുശേഷം ഷൂട്ട് നടക്കുന്നത് കോയമ്പത്തൂരാണ് ഷൂട്ട് നടക്കുന്നത്. ഏത് സിനിമയെന്നാണ് ഓർക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നു മമ്മൂക്ക എടുത്ത്. മമ്മൂക്ക അല്ലാണ്ട് അപ്പൊ അതിനു മുമ്പ് കണ്ട പടത്തില് അഭിനയിച്ച് കഴിഞ്ഞു കഴിയുള്ളൂ. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് ചെല്ലുന്ന പരിപാടിയൊന്നും പുള്ളിക്കാരന് പറഞ്ഞിട്ടില്ല. ഇന്റർവ്യൂ വരുന്നുണ്ട്, ആരാണ് ആങ്കർ എന്നുള്ള പുള്ളി ചോദിച്ചില്ല. എന്നെ കൊണ്ടുപോയിരിക്കുക. അപ്പൊ നീ എന്ത്, ഞാൻ മമ്മൂക്കനെ കാണാൻ, എന്താണ് ഇങ്ങനെ, നീ കണ്ടല്ലേ കഴിഞ്ഞ ആഴ്ച? ഞാൻ പറഞ്ഞു, ഞാൻ മമ്മൂക്കനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് ഓടിക്കോ, നിന്റെ അടുത്ത് ഇന്റർവ്യൂ വേണം, ഇട്ടോ എന്ന് പറഞ്ഞു. അവര് വിളിച്ചിട്ട് ഞാന് ഇവരെ കണ്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവൻ ഇന്റർവ്യൂ ചെയ്യായിരിക്കും. ഞാൻ പറയും, പക്ഷെ അത് വേണ്ട എന്നുള്ള രീതിയിലൊന്ന് മമ്മൂക്ക എന്നിട്ട് ആരോ ഇന്റർവ്യൂ ചെയ്തു. എനിക്ക് ഇത്രയും സമയം എനിക്ക് ബൈജേട്ടൻ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഫസ്റ്റിൽ ഒരാളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു ഫീൽ എനിക്കും ഉണ്ടായില്ല തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ഇരുന്നത്. ഏതായാലും ബൈജേട്ടന്റെ പുതിയ കൂടോത്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നോമൻസിന്റെയും വക എല്ലാ ആശംസകളും അറിയിക്കുന്നു. തീർച്ചയായിട്ടും വൻ വിജയമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.